മംഗലം കൂടലും മരണ വീട്ടിൽ പോക്കാണ് പ്രധാന കാര്യം. എല്ലാ മംഗലപ്പുരയൊന്നും ഭക്ഷണം കഴിക്കുന്നു വരാതില്ലല്ലോ. ഈശ്വരന് പോലും രക്ഷയില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറി. ഇത്രയും വലിയ കുറ്റം ചെയ്തവരെ പാർട്ടി പൊതിഞ്ഞ് സംരക്ഷിച്ചു. KPCC അധ്യക്ഷനും പേരാവൂർ UDF സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിൻ്റെ ഇന്നത്തെ പര്യടനം പേരാവൂരിലെ തൊണ്ടിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. രാവിലത്തെ ഒരു നടത്തത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. എങ്ങനെയുണ്ട് ഇലക്ഷൻ ചൂടൊക്കെ എന്തായി? പക്ഷെ നല്ല ചൂട്, നല്ല ഉഷാറായി പോകുന്നു. നല്ല വിജയപ്രതീക്ഷ, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ടീച്ചർ ഇങ്ങോട്ട് വന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ഒരാശങ്കയില്ല. ടീച്ചറെ നിങ്ങൾ ശരിയാക്കാൻ അങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു. അതെ, എന്നെ ശരിയാക്കുക, ഞാൻ ജയിക്കുക. പ്രധാനമായിട്ട് ചർച്ച ഈ ഡീലാരോപണങ്ങൾ, SDPI വിഷയങ്ങളൊക്കെയാണ്. ഈ SDPIയിലെ വോട്ട് വേണോ വേണ്ടയോ? മുഖ്യമന്ത്രി ആദ്യം മറുപടി പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ പറയാം. ശബരിമല വിഷയമൊക്കെ ഇത്തവണ കാര്യമായി ചർച്ചയാവുമോ? അത് ചർച്ചയായി കഴിഞ്ഞു. അതാർക്കെങ്കിലും മറക്കാൻ കഴിയുമോ? ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് സുപ്രീം കോടതി എന്താ പറഞ്ഞ്? ഈശ്വരന് പോലും രക്ഷയില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറി. ആ പ്രതികളെ ഭരണകക്ഷി എങ്ങനെയാണ് സഹായിച്ചത്? അവർക്ക് ജാമ്യം കോടതി കൊടുത്തില്ല. പക്ഷേ കുറ്റപത്രം 90 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാത്തതുകൊണ്ട് അവർ ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി. ജാമ്യത്തിന് ഓർഡർ ഇല്ലാതെ തന്നെ അവർക്ക് ജാമ്യം കിട്ടി. അങ്ങനെ സഹായിച്ചു. ഇത്രയും വലിയ കുറ്റം ചെയ്തവരെ പാർട്ടി പൊതിഞ്ഞ് സംരക്ഷിച്ചു. ഒരു നടപടി എടുത്തോ? ഒരു അച്ചടക്ക എടുത്തോ? ഒരു നോട്ടീസ് അയച്ചോ? ഒരു സെൻസർ, ഒരു ശാസന ചെയ്തോ? സസ്പെൻഡ് ചെയ്തോ? എങ്ങനെയാണ് ജിമ്മിയുടെ ഓർമ്മ? എങ്ങനെയാണ്? ജിമ്മി ജോർജ് നമ്മളുടെ നാടിൻ്റെ ഏറ്റവും വലിയ കായിക താരമല്ലേ. പിന്നെ ജിമ്മി മരിച്ചപ്പം മുമ്പിൽ അനൗൺസ് ചെയ്ത് ഞാനാണ് ശവസംസ്കാരത്തിന് വീട്ടിൽ നിന്ന് സെമിത്തേരിയിലേക്ക് മൃതശരീരം കൊണ്ടുവരുമ്പം ജിമ്മിയുടെ ഫാദർ അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് DC സെക്രട്ടറിയാണ്. ഞങ്ങൾക്ക് ആ കുടുംബമായിട്ട് വലിയ ബന്ധമുണ്ട്. മണ്ഡലത്തിൽ KPCC അധ്യക്ഷനായതിനു ശേഷം വക്കീലിനെ കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ആർക്കും പരാതിയില്ല, ആവശ്യത്തിനുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ പോകണം. മണ്ഡലത്തിൽ വികസനം ഇരട്ടിപ്പാണ് എന്നുകൊണ്ട് വലിയ ആക്ഷേപമുണ്ടല്ലോ. ആക്ഷേപമാണ് ഈ റോഡും പാലവും. ഈ പാലവും ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളും ആക്ഷേപത്തിൻ്റെ തെളിവാണ്. ഈ റോഡ്, ഈ പാലം നോക്കിയത് എപ്പോഴത് ഉണ്ടാക്കിയെന്നോ, ഏത് കൊല്ലാന്നോ? 16 ജനുവരി. പിന്നെ നിങ്ങളെപ്പറ്റി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, താങ്കളിപ്പം മംഗലം കൂടലും മരണ വീട്ടിൽ പോക്കാണ് പ്രധാന കാര്യം. എല്ലാ മംഗലപ്പുരയൊന്നും ഭക്ഷണം കഴിക്കുന്നു വരാതില്ലല്ലോ. എല്ലാ മംഗലപ്പുരയ്ക്കും പോകുന്നുണ്ട്, വെള്ളം കുടിച്ച് പോകുന്നു. എല്ലാ മംഗലപ്പുരയ്ക്കും ഭക്ഷണം കഴിച്ചെന്നുള്ള വരാതില്ലല്ലോ. മയ്യത്തെടുക്കാനും പോകലുണ്ട്. മരിച്ചാൽ പോകണ്ടേ? പിന്നെ കല്യാണം വിളിച്ചാൽ പോകണ്ടേ? ചൂടാൻ ശേഷം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നഷ്ടമാവുന്നുണ്ടോ? ഇല്ലില്ല, എനിക്ക് തോന്നുന്നേ ഇല്ല. നമ്മൾ ഇലക്ഷന് ഇറങ്ങുന്നതിന് മുമ്പ് തോന്നുന്നു എങ്ങനെ ഈ വെയിലത്ത് ഇറങ്ങുന്നു. ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രവർത്തകരുടെ കൂടെ, നാട്ടുകാരുടെ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചൂടറിയല്ല.